ഹലോ മുത്തുമണീസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എൻ്റെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും അധ്യയന വർഷത്തിലേക്ക് കിടക്കുകയാണല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ആശംസകൾ നേരുകയാണ് ആദ്യമേ തന്നെ. അതിനോടൊപ്പം ഇന്ന് എൻ്റെ കിച്ചൂസും എൻ്റെ ജോനൂസും ഇന്ന് സ്കൂളിൽ ആദ്യമായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഓറിയൻറ്റേഷൻ ക്ലാസ് ആയിട്ടാണ് അവിടെ പോകുന്നത്. ഇവിടെ ഷാർജയിൽ ഇന്ന് ഏപ്രിൽ 25 ഇന്നാണ് അവർക്ക് അധ്യയന വർഷം തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. 8:30 ആകുമ്പോൾ തന്നെ ക്ലാസ്സിൽ ചെല്ലണമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ്. അങ്ങനെ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ അതിരാവിലെ തന്നെ ക്ലാസ് തുടങ്ങും. അപ്പം എല്ലാ പേരൻസും മക്കളുമായിട്ട് എല്ലാ കുഞ്ഞുമക്കളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഒരു നിമിഷം ആസ് എ മദർ ഒരു ഇമോഷൻസും ഫീലിങ്സും ഒക്കെ വരുന്നൊരു സമയമാണിത് കേട്ടോ. കിച്ചുമോന് യൂണിഫോം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവനിവിടെ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ചെന്ന സമയത്ത് സെക്കൻഡ് ബാച്ചിലേക്കാണ് അഡ്മിഷൻ കിട്ടിയിരുന്നത്. അതായത് 11:30 മുതൽ 2:30 വരെയുള്ള ക്ലാസ്സിലേക്കാണ് അവന് അഡ്മിഷൻ കിട്ടിയിരുന്നത്. രാവിലെ ഇവിടെ സാധാരണ ഒരു ക്ലാസ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ 7:30 തൊട്ട് 10:30 വരെയാണ് ക്ലാസ് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ അവന് കിട്ടിയിരുന്നില്ല. പിന്നീടാണ് നമുക്ക് ആ ഒരു ഷെഡ്യൂളിലേക്കൊന്ന് മാറ്റി തന്നത്, മോർണിംഗ് ഷിഫ്റ്റിലേക്ക് അവർ മാറ്റി തന്നത്. അപ്പോൾ നമ്മൾ വന്നിട്ട് ആദ്യമേ ടീച്ചറിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ ശേഷം കിച്ചൂസിന് ഞാൻ പറഞ്ഞില്ലേ, ടെക്സ്റ്റ് ബുക്കുകളോ അല്ലെങ്കിൽ യൂണിഫോമോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ചെന്നപ്പോഴാണ് ഇതൊക്കെ തരാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളത് പോയി വാങ്ങിക്കാനുള്ള ആദ്യം നമ്മൾ നേരെ പോകുന്നത് അത് ബുക്കുകളും കാര്യങ്ങളൊക്കെ മേടിക്കാനാണ്. അപ്പോൾ ആദ്യം ഒരു സെക്ഷനിൽ ചെന്നപ്പോൾ അത് വലിയ കുട്ടികളുടെ വാങ്ങാനുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ റൂം പറഞ്ഞു. നമ്മളവിടെ ചെന്നിട്ട് ടെക്സ്റ്റ് ബുക്കുകളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ എന്താണെന്ന് വെച്ചാൽ യൂണിഫോമിൻ്റെ മെഷർമെൻറ്റ് എടുക്കാനായിരുന്നു. അപ്പം യൂണിഫോമിൻ്റെ ഈ ഒരു മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് എന്താ പറയേണ്ടത്, അത് വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു. ഇന്നലെ വരെ കുഞ്ഞു കുട്ടിയായിട്ടിരുന്ന ആൾ ഇന്ന് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇമോഷൻസാണ് വരുന്നത്. അപ്പോൾ മെഷർമെൻ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർക്ക് പിക്ക് ചെയ്യാൻ വരുന്ന ഡ്രൈവറിനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു തിക്കും തിരക്കാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവന് 82 നമ്പർ ബസ്സിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിന് നമ്മുടെ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഓരോ സെക്ഷനിലേക്ക്, അതായത് ഓരോ ഏരിയയിലേക്ക് ഓരോ വണ്ടികളാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ തപ്പിപ്പിടിച്ച് പോയി കണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കിച്ചൂസാണെങ്കിൽ ഞങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എബിച്ചാനാണെങ്കിൽ വണ്ടി എടുക്കുക അപ്പുറത്തോട്ട് പോയി. അപ്പം വണ്ടിയൊക്കെ വന്ന് ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഒരു റെഗുലർ ക്ലാസ് എന്ന് പറയുന്നത് ഇവിടെ ചൊവ്വാഴ്ച മുതലാണ് തുടങ്ങുന്നത്. രാവിലെ 6:10 ബസ് വരും. അപ്പോൾ ഈ കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ ഒരുക്കി ഇറക്കുന്ന ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു.